വെൽക്കം. അപ്പോൾ നമ്മുടെ 5th മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, CRO. നിങ്ങളൊരു പക്ഷേ ലാബിലൊക്കെ ഈ CRO യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ എന്തിനാണ് ഈ CRO യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. എന്താണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്? എ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് or CRO is an instrument generally used in a laboratory to display, measure and analyze various waveforms of electrical circuits. അതായത് നമ്മുടെ ലബോറട്ടറിയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒരു വിഷ്വൽ ഡിസ്പ്ലേ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പോൾ ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വേവ് ഫോം, AC വേവ് ഫോം ആയിക്കോട്ടെ, DC വേവ് ഫോം ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വേവ് ഫോംസിനെ നമുക്ക് കാണാനും അതിനെ പഠിക്കാനും സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ ഒരു വേവ് ഫോം പോകുന്നുണ്ട്. അപ്പോൾ ഈ വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂവിനെ മെഷർ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. എ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഈസ് എ very fast XY plotter that can display an input signal versus time or another signal. അപ്പോൾ ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു വെരി ഫാസ്റ്റ് XY പ്ലോട്ടറാണ്. അതായത് ഒരു വേവ് ഫോമിനെ 2D ആയിട്ട് ഡിനോട്ട് ചെയ്യുക, ഒരു 2 ഡയമെൻഷനിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ടൈം ആക്സിസിലോ അല്ലെങ്കിൽ മറ്റൊരു സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്തോ എന്ത് ചെയ്യാൻ പറ്റും, കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ ആ വേവ് ഫോമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാഥോഡ് റേ ഓസിലോസ്കോപ്സ് യൂസ് luminous spots which are produced by striking the beam of electrons on a fluorescent screen, and the luminous spot moves in response with the variation in the input quantity. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലിനെയോ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ ഈ സ്ക്രീനിൽ എങ്ങനെയാണ് ഈ വേവ് ഫോം ഡിസ്പ്ലേ ആകുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ക്രീൻ എന്ന് പറയുന്നത്, ഈ ഗ്രീൻ കളറിലെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനാണ്. ഫ്ലൂറസെൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു ബീം വന്ന്, ഇലക്ട്രോൺ ബീം വന്ന് ഈ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് എന്താകുന്നത്, ലൈറ്റ് ആവുന്നതും അവിടെ നമുക്ക് ഈ ഒരു വിഷ്വൽ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. An electron beam is used because low effects of beam of electrons may be used for following the changes in the instantaneous values of rapidly changing input quantity. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ബീം വന്ന് നമ്മുടെ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പതിക്കുമ്പോഴാണ് ഹൈലി ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീം നമ്മുടെ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ വന്ന് ഒരു ലൂമിനസ് സ്പോട്ടായിട്ട് എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും. ഈ ലൂമിനസ് സ്പോട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ വേവ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ വന്ന് അത് പതിച്ചിട്ട് നമുക്ക് വേവ് ഫോം കാണാൻ പറ്റും. ഇനി ഈ എന്തുകൊണ്ട് നമ്മളൊരു ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വേരിയിങ് അല്ലെങ്കിൽ റാപ്പിഡ്ലി വേരിയിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ, ആ റാപ്പിഡ്ലി വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് പ്രിസൈസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ എളുപ്പം എന്താണ്, ഈ ഇലക്ട്രോൺ ബീമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്. അതായത് വേവ് ഫോം ഇൻ്ററപ്റ്റഡ് ആകത്തില്ല ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. Next point, it is used for knowing the waveform's transient phenomenon and other time varying quantity from a very low frequency range to the radio frequencies. അതായത് ഈ CRO എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? CROയുടെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ജനറലി യൂസ്ഡ് ഇൻ ലബോറട്ടറി ടു ഡിസ്പ്ലേ, മെഷർ ആൻഡ് അനലൈസ്. നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനോ അത് മെഷർ ചെയ്യാനോ അനലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും?
വേവ് ഫോംസ്, ഏത് ടൈപ്പ് ഓഫ് വേവ് ഫോം ആണ്, അതിൻ്റെ ട്രാൻസിയൻ ഫിനോമിനൻ. ട്രാൻസിയൻ ഫിനോമിനൻ എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മളൊരു വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ഫോം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കില്ല, ഒരു സ്റ്റേബിൾ വേവ് ഫോം ആയിരിക്കത്തില്ല, അതിന് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതായത് പാരാമീറ്റേഴ്സ്, വേവ് ഫോമിന് ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ ഒത്തിരി പാരാമീറ്റേഴ്സ് ചേഞ്ചിങ് ആവാം, ആംപ്ലിറ്റ്യൂഡ് വേരിയിങ് ആവാം, ഓവർഷൂട്ട് ഉണ്ടാവാം. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന CRO യൂസ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി റേഞ്ചസിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. The CRO has a stylus that is a luminous spot which move over the display area in response to an input voltage. The luminous spot is produced by a beam of electrons striking on the fluorescent screen. The normal form of CRO uses horizontal input voltage which is internally generated ramp voltage called time base. അതായത് നമ്മളിപ്പോൾ ഈ CROയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നമ്മളൊരു ഇൻപുട്ട് സിഗ്നലായിട്ട് കൊടുത്തിരിക്കുന്നത്, നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. അതായത് ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ എക്സ് ആക്സിസും ഇത് നമ്മുടെ വൈ ആക്സിസും. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ആക്സിസും വൈ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസുമാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഇൻപുട്ടിൽ വരുന്ന കാര്യങ്ങൾ നമ്മളതിൻ്റെ വൈ ആക്സിസിലായിരിക്കും, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഹൊറിസോണ്ടൽ ആക്സിസിലെ മൂവ്മെൻറ്റിന് വേണ്ടി, അതായത് ഹൊറിസോണ്ടലി ഈ ഒരു ക്വാണ്ടിറ്റിയെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിഗ്നലായിരിക്കും. The luminous spot produced by the beam electron striking on the fluorescent screen. The normal form of CRO uses horizontal input voltage എന്ന് പറഞ്ഞാൽ which is internally generated ramp voltage called time base. ഇതിൻ്റെ ഹൊറിസോണ്ടലി ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു സോ ടൂത്ത് വേവ് ഫോം അല്ലെങ്കിൽ ഒരു റാം ഫംഗ്ഷനാണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു സോ ടൂത്ത് വേവ് ഫോം. ഈ സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും, ഇത് ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിരിക്കും, അതായിരിക്കും ഇതിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ ഹൊറിസോണ്ടൽ വോൾട്ടേജ് മൂവ്സ് എ ലൂമിനസ് സ്പോട്ട് പീരിയോഡിക്കലി ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓവർ ദി ഡിസ്പ്ലേ ഓഫ് ദി സ്ക്രീൻ. The vertical voltage moves the luminous spot up and down on the screen. When the input voltage moves very fast on the screen, the display on the screen appears stationary. Thus, CRO provides a means of visualizing time varying voltage. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ വെർട്ടിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിരിക്കും, അതിനെ നമ്മൾ ടൈം ബേസ് എന്ന് പറയും. അതൊരു സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും. അപ്പോൾ ആ ഒരു സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും ഈ ഒരു ലൂമിനസ് സ്പോട്ട്. ലൂമിനസ് സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്, അതാണ് അതിൻ്റെ മൂവ്മെൻറ്റിലാണ് നമുക്ക് വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. അതായത് ഈ പറയുന്ന CROയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് CRO എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബാണ്. കാഥോഡ് റേ ട്യൂബ്, അതായത് നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്ക്രീൻ, ഇതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്, അതും കൂടി ചേരുന്നതാണ് നമ്മൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പഴയ TV-യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പഴയ CRT TV, LCD അല്ല, CRT TVയുടെ സ്ക്രീനിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ നീളത്തിന് കണ്ടല്ലോ, അതാണ് നമ്മുടെ കാഥോഡ് റേ ട്യൂബ്. അപ്പോൾ കാഥോഡ് റേ ട്യൂബാണ് ഹാർട്ട് ഓഫ് ദി CRO എന്ന് പറയുന്നത്. എന്താണ് ഈ കാഥോഡ് റേ ട്യൂബ്, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. It is a vacuum tube which helps in displaying images when the electron beam goes through the electron gun strikes the phosphorescent screen. In other words, the CRT generates beams that accelerate at high velocity and deflect to the creating images on the phosphorus screen. അതായത് ഈ CRT എന്ന് പറയുന്ന കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ഒരു വാക്വം ട്യൂബാണ്. ഈ വാക്വം ട്യൂബിനകത്താണ് ഇലക്ട്രോൺ ബീംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ ബീംസ് എന്ന് പറയുന്നതിനെ കാഥോഡ് റേ ട്യൂബ് തന്നെ മോഡുലേറ്റ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും, എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റും ചെയ്യും. അവസാനം അത് നമ്മുടെ ഫോസ്ഫറസ് സ്ക്രീനിൽ പതിക്കും. അങ്ങനെ നമുക്കൊരു വിഷ്വൽ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് the cathode ray tube modulates, accelerates and deflects the electron beam to show the respected waveforms. എന്താണ് ഒരു കാഥോഡ് റേ ട്യൂബ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു കാഥോഡ് റേ ട്യൂബിൻ്റെ പാർട്സ്. ഇപ്പോൾ കാഥോഡ് റേ ട്യൂബിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞു ഇതൊരു വാക്വം ട്യൂബാണ്. ഇതൊരു വാക്വം ട്യൂബാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ടും
രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഗണ്ണാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അതായത് ഇതിനെ നമ്മൾ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഇത്രയും ഭാഗം നമ്മൾ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇലക്ട്രോൺ ഗണ്ണും ഡിഫ്ലക്ഷൻ സിസ്റ്റവും. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പിൻസ്. ഈ പിൻസിലാണ് നമ്മൾ ഇൻപുട്ടായിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അതായത് ഏത് വേവ് ഫോമിനെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യേണ്ട വേവ് ഫോമിൻ്റെ സിഗ്നലിനെ നമ്മൾ ഈ പിൻസ് വഴിയായിരിക്കും കൊടുക്കുന്നത്. പിൻസിൽ നിന്നും ഒരു ഹീറ്ററാണുള്ളത്. ഹീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്ററിനെ കവർ ചെയ്തൊരു കാഥോഡുണ്ട്. ഈ കാഥോഡിനകത്ത് ഹീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാഥോഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കാഥോഡ് അവിടെ ആവശ്യത്തിനുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഇവിടെ ഒരു ഗ്രിഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രിഡ് എന്ന് പറയുന്നത് ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗ്രിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രിഡിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇത് പോകുന്നത് ഒരു പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കാണ്. പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ ബീമിനെ ആക്സിലറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺ ബീമിനെ ആക്സിലറേറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള വേഗതയിലേക്ക് മാറ്റുകയാണ് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോക്കസിങ് ആനോഡ്. അപ്പോൾ ഈ ഫോക്കസിങ് ആനോഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീമിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ കറക്റ്റായിട്ടുള്ള പാത്തിൽ അതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസിങ് ആനോഡ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് ആക്സിലറേറ്റിംഗ് ആനോഡ്. അതായത് ഈ വരുന്ന ഇലക്ട്രോൺ ബീമിനെ എന്ത് ചെയ്യണം? ആക്സിലറേറ്റ് ടുവേർഡ്സ് ദി ഡിഫ്ലക്ഷൻ സിസ്റ്റം. ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്സിലറേറ്റിംഗ് ആനോഡിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇലക്ട്രോൺ ഗൺ എന്നാണ് നമ്മൾ ഇത്രയും ഭാഗത്തിനെ പറയുന്നത്. ഇലക്ട്രോൺ ഗണ്ണിൽ എന്തൊക്കെയുണ്ട്? കാഥോഡ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, ഫോക്കസിങ് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിങ് ആനോഡ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്. അങ്ങനെ ആക്സിലറേറ്റിംഗ് ആനോഡിൽ നിന്നും പാസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീംസിൻ്റെ വെർട്ടിക്കലി അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ നിന്നും പാസ് ചെയ്യുന്ന ബീംസ് then after they are passing through the horizontal deflection plates. ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്ത് ചെയ്യും? ഇതിനെ ഹൊറിസോണ്ടലി കൺട്രോൾ ചെയ്യും. ആൻഡ് ഫൈനലി ദേ റീച്ചസ് ദി ഫോസ്ഫറസ് സ്ക്രീൻ. അവസാനം ഇതെന്ത് ചെയ്യും? ഫോസ്ഫർ സ്ക്രീനിലേക്ക് എത്തും. ഈ ഫോസ്ഫർ സ്ക്രീൻ എന്ത് ചെയ്യും? ഫോസ്ഫർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് കോട്ടഡ് ഇൻസൈഡ് പാർട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. മേ ബി ഓഫ് ഫോസ്ഫർ ഓർ ബൈ സിങ്ക് സൾഫേറ്റ്. അതെന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനാണ്. ആ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ ഈ ഇലക്ട്രോൺ ബീംസ് പാസ് ചെയ്തിട്ട് അത് ലൂമിനസ് സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു അക്വാഡാക് കോട്ടിംഗ് ഉണ്ട്. ഈ അക്വാഡാക് കോട്ടിംഗ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ നിന്നും വരുന്ന ബീംസിനെ ആക്സിലറേറ്റ് ചെയ്ത് ഈ ഫോസ്ഫർ സ്ക്രീനിൽ പതിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അക്വാഡാക് കോട്ടിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു കാഥോഡ് റേ ട്യൂബിൻ്റെ കേസിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ cathode ray tube എന്തൊക്കെയാണ് construction of CRT? Let us discuss the construction of CRT in order to understand the basics of cathode ray oscilloscope. Basically, CRT consists of electron gun, deflection plate system, fluorescent screen, gas envelope and base. The electron gun limits the electron beam and through the deflecting plates and it strikes on the phosphorus screen. The detailed explanation is given below. അപ്പോൾ നമ്മുടെ CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRTയുടെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. CRTയിൽ നമ്മുടെ കാഥോഡ് ഉണ്ട്, ഫോക്കസിങ് ആനോഡ് ഉണ്ട്, ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്, ഡിഫ്ലക്ഷൻ കോയിൽ, ഫോസ്ഫറസ് സ്ക്രീൻ, ഇലക്ട്രോൺ ബീം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ് നമ്മുടെ CRTയുടെ വർക്കിംഗ്. ഇനി നമുക്ക് CROയുടെ ബ്ലോക്ക് ഡയഗ്രാം എന്താണ് വർക്കിംഗ് എന്നുള്ളതും നോക്കാം.